സ്മരിക്കുന്നു. സഹമെത്രാനായ ബഹുമാന്യനായ യൂണിവേഴ്സിറ്റി ജമാഅത്തിന്റെ പേരിൽ ആദരപൂർവ്വം നമ്മുടെ സ്പീക്കറാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ അമൃതാനുഷ്ഠാനം അതിന്റെ പരിസമാപ്തിയിലേക്ക് സൗഖ്യം തരുന്നത് എന്നാണ്. മുറിവുകളെ കരിക്കുകയും രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് റംസാൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ആ റംസാൻ ആചരിക്കുമ്പോൾ അതിന് 5 ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. റംസാൻ്റെ ആദ്യത്തെ ഉദ്ദേശം മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, റംസാന് ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള ശക്തി കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി, അവൻ തന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നോക്കി മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ മനസ്സിലാക്കാൻ അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് റംസാൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം. നാലാമതായി, റംസാൻ മറ്റുള്ളവർക്ക്, പ്രകൃതിക്ക്, ഭൂമിക്ക് പുണ്യം ചെയ്യുവാൻ ഒരു മനുഷ്യൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായി, ദൈവത്തിൻ്റെ വചനം ഭൂമിയിൽ അവതരിച്ച പരിശുദ്ധ ഖുർആനെ പറ്റി അവനെ മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനുമാണ് റംസാൻ്റെ 5ാമത്തെ ഉദ്ദേശം. ഈ 5 ലക്ഷ്യങ്ങളും വളരെ വിശദമായി നിങ്ങൾ പലതവണ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഏതാനും മിനിറ്റുകൾ കൊണ്ട് അതിലെ കാതലായ ചില ആശയങ്ങളെ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യത്തേത്, റംസാൻ്റെ ഉദ്ദേശം മനുഷ്യനെ ദൈവവുമായി അടുപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പല കാരണങ്ങളാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ചരിത്രപരമായ കാരണങ്ങളാലും അവൻ്റെ ലൗകികമായ കാരണങ്ങളാലും. ആ അവസരങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണയെപ്പറ്റി അവനെ ബോധിപ്പിക്കുകയും അവനെ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊന്നാണ് റംസാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ പ്രവാചകൻ അള്ളാഹുവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ജനത്തോട് പറഞ്ഞ ഒരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. അത് വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇസ്മായിലുമായി ഹാഗാർ ഹാജിറ മരുഭൂമിയിലേക്ക് പോയപ്പോൾ 200 കിലോമീറ്റർ ചുറ്റും മരുഭൂമിയുള്ള ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേരുകയും ദാഹജലം കിട്ടാതെ അവർ മരണത്തിനെ നേരിടുകയും ചെയ്യുന്നൊരവസ്ഥ. ആ സമയത്ത് അവർ അള്ളാഹുവിനോട് വാവിട്ട് കരയുകയും അള്ളാഹു ആ മരുഭൂമിയിൽ ഒരു നീരുറവ അവർക്ക് ഉറവാക്കി കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നും എത്ര ഡെസ്പറേറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ഈശ്വരൻ നമ്മുടെ കരുണയ്ക്കെത്തും എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ കഥകളിൽ നിന്ന് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബി ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ നിരുറവയെപ്പറ്റി നാഷണൽ ജിയോഗ്രാഫിക് വളരെ വ്യക്തമായ ഒരു ചിത്രം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കുകയുണ്ടായി. മക്കയിൽ വരുന്ന ആളുകൾ മക്കയിലെ പുണ്യജലം കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ 23 വർഷം മക്കയിൽ മഴ പെയ്തിട്ടില്ല. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടും അവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് 1 ഇഞ്ച് പോലും താപ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യൻ കുടിക്കുന്ന കിണറ്റിലെ വെള്ളം തീർന്നു പോകും. എന്നാൽ അള്ളാഹു തരുന്ന ജലം നിത്യമായി നിതാന്തമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ട, അവനെ തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് റംസാൻ എന്ന് പറയുന്നത്. രണ്ടാമതായി, അവനെ സ്വയം നിയന്ത്രിക്കാൻ അവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നൊയമ്പ് എന്ന് പറയുന്നത് സാധാരണ മതങ്ങൾക്ക് നിയമപ്രകാരമുള്ള നൊയമ്പുണ്ട്. ക്രിസ്ത്യാനികൾക്ക് 3 നൊയമ്പ്, 8 നൊയമ്പ്, 15 നൊയമ്പ്, 25 നൊയമ്പ്, 50 നൊയമ്പ് തുടങ്ങി 103 ദിവസമാണ് ഞങ്ങളുടെ നൊയമ്പുകൾ എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് 52 ആഴ്ച നൊയമ്പുകളും ശിവരാത്രിയുടെ നൊയമ്പും നവരാത്രിയുടെ നൊയമ്പും എല്ലാം കൂടെ കൂട്ടിയാൽ ഹിന്ദുക്കളുടെ കണക്കനുസരിച്ച് 101 ദിവസം അവർ 365 ദിവസത്തിൽ നൊയമ്പ് നോക്കേണ്ടതാണ്. മുസ്ലിങ്ങൾക്ക് നിങ്ങളുടേതായ റംസാൻ നൊയമ്പ് ഉൾപ്പെടെയുള്ള പല നൊയമ്പുകൾ സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. ഈ നൊയമ്പുകളുടെ ആത്യന്തികമായ ലക്ഷ്യം വളരെ മെഡിക്കലായ ഒരു കാര്യമാണ് എന്നാണ് ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത് സസ്യബുക്കായിട്ടാണ്. സസ്യബുക്കുകളുടെ വയറ് അസിഡിക്കാണ്, മാംസബുക്കുകളുടെ വയറ് ആൽക്കലൈനാണ്. മനുഷ്യൻ്റെ വയറ് അസിഡിക് ആയതുകൊണ്ട് അവൻ സസ്യബുക്കായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത്. മനുഷ്യന് മുമ്പ് പരിണാമ ശൃംഖലയിലുള്ള അച്ചലിയും കുട്ടിത്തേവാങ്കം, കുരങ്ങനും മനുഷ്യക്കുരങ്ങനും എല്ലാം സസ്യബുക്കുകളാണ്. അപ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റായ മനുഷ്യൻ മാംസബുക്കാവാൻ കഴിയില്ല എന്ന് ബയോളജി. ഒരു പ്രസവത്തിൽ 1 കുട്ടി ഉണ്ടാകുന്ന മൃഗങ്ങളിൽ 99% സസ്യബുക്കുകളാണ്. ഒരു പ്രസവത്തിൽ 5-6 കുട്ടികൾ ഉണ്ടാകുന്ന മൃഗങ്ങളാണ് പൊതുവെ മാംസബുക്കുകൾ. മനുഷ്യൻ്റെ ഒരു പ്രസവത്തിൽ സാധാരണ 1 കുട്ടി ഉണ്ടാവാറുള്ളൂ. ഈ 3 നിയമപ്രകാരവും ബയോളജി പറയുന്നു മനുഷ്യൻ സസ്യബുക്കാണ്. പക്ഷേ കാട്ടിൽ ജീവിച്ച കാലത്ത് ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് തിന്നാൻ വളരെ ഭംഗിയായി ഈ മാംസത്തിൻ്റെ രുചി മനസ്സിലാക്കിയപ്പോൾ
പിന്നെ അതിൽ നിന്ന് മാറാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികൾ 1599 വരെ ഉദയംപൂർവ്വ സുനകദോസ് വരെ സസ്യഭൂക്കുകളാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പോർച്ചുഗീസുകാർ നിർബന്ധിച്ച് ചാട്ടാവാറ് കാണിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ട് അറച്ച് തീറ്റിച്ചത്. തിന്നു കഴിഞ്ഞപ്പോൾ ഉഗ്ര സാധനമാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല, അത് വേറെ കാര്യം. എങ്കിലും സസ്യബുക്കായ ഈ മനുഷ്യൻ മാംസബുക്കായി മാറിയപ്പോൾ ഈ മാംസത്തിനകത്തുള്ള കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും പ്രോസസ്സ് ചെയ്യാൻ മനുഷ്യൻ്റെ കുടലിനോ രക്തധമനികൾക്കോ കഴിവില്ലാത്തതിനാൽ ഇത് രക്തധമനികളിൽ ചെന്ന് അടിഞ്ഞ് അവന് ഹാർട്ട് അറ്റാക്കും സെർബൽ ഹെമറേജും ഒക്കെ ഉണ്ടായി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് 365 ദിവസവും ഇറച്ചി മീനുമൊക്കെ തിന്നുന്നൊരു മനുഷ്യനെ അതിൽ നിന്ന് മാറ്റി ഒരു 100 ദിവസത്തോളമെങ്കിലും മാറ്റി നിർത്താനാണ് ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും ശ്രമിക്കുന്നത്. പക്ഷേ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്ന ഈ 12 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു നോയമ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് 12 വർഷങ്ങൾക്ക് മുമ്പാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഒരു ഗവേഷണം നടത്തി. ഒരു മനുഷ്യൻ 12 മണിക്കൂർ ഒന്നും കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അവർ കണ്ടുപിടിച്ചു, 11.5 മണിക്കൂർ കഴിയുമ്പോൾ മനുഷ്യൻ്റെ കുടലിൻ്റെ പെരിറ്റോണിയം പൊട്ടി ഒരു എൻസൈം ആ കുടലിലേക്ക് ഊർന്നിറങ്ങുകയാണ്. അത് ആ മനുഷ്യൻ്റെ കുടൽ വലിച്ചെടുക്കുമ്പോൾ അവൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ, അവൻ അസാധാരണമായ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല നെർവസ് ആയ ആരോഗ്യം കിട്ടുവാനുള്ള, ന്യൂറോളജിക്കലായ സ്ട്രെങ്ത് കിട്ടുവാനുള്ള അസാധാരണമായ ശക്തി കൈവരുന്നു എന്നാണ്. ഇത് മനുഷ്യൻ ആഹാരം കിട്ടാതാവുമ്പോൾ മരണം വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അതുകൊണ്ട് 28 ദിവസം കൃത്യമായി റംസാൻ നോയമ്പ് നോക്കുന്ന ഒരു സഹോദരൻ ആ നോയമ്പിൽ നിന്ന് പുറത്തു വരുന്നത് അസാധാരണ ശരീരബലത്തോടു കൂടിയും അസാധാരണമായ മാനസിക ബലത്തോടു കൂടിയും ആണ്. കാരണം ലോകത്തിൽ മനുഷ്യനെല്ലാം ചെയ്യുന്നത് സ്വാർത്ഥമതിയായിട്ടാണ്. പക്ഷേ അവൻ ആഹാരത്തെ ത്യജിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് പുറത്തു വരുന്നൊരു സാഹചര്യമാണ്. ഇനി ഈ നോയമ്പ് ആചരിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ മുസ്ലിങ്ങളോട് പറഞ്ഞപ്പോൾ അന്ന് കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യപ്പുറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇല്ലായ്മയിൽ നിന്നല്ല അദ്ദേഹം ഉത്തരവിട്ടത്, ധാന്യപ്പുറകൾ നിറഞ്ഞു നിന്ന സമയത്താണ് ഈ ഉത്തരവ് കൊടുത്തത്. തന്നെയുമല്ല, ആ ഉത്തരവ് കൊടുത്ത ശേഷം ഓൾ സീസൺസിലുള്ള നോയമ്പ് എന്ന് പറയുന്ന റംസാൻ നോയമ്പ് മാത്രമാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ 25 നോയമ്പ് കറക്റ്റ് ഡിസംബർ 1 തുടങ്ങി 25 ദിവസം തീരും. 50 നോയമ്പ് ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം തീരും. അപ്പോൾ അതൊരു പർട്ടിക്കുലർ സീസണിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഹിന്ദുക്കളുടെ നോയമ്പുകൾ കറക്റ്റ് സീസണിൽ അനുസരിച്ചിട്ടാണ് ആ നോയമ്പ് വരുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ 28 ദിവസമുള്ള ചന്ദ്രമാസം ആചരിക്കുകയും കലണ്ടർ സോളാർ മാസമായി ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ റംസാൻ എന്ന് പറയുന്നത് എല്ലാ മാസവും, ജനുവരി മാസവും റംസാൻ വരും, മാർച്ചിലും വരും, അപ് ടു ഡിസംബർ വരെ ഒരു 16 കൊല്ലത്തെ ഒരു സൈക്കിളിൽ 12 മാസങ്ങളിലും വരുന്ന ഓൾ സീസൺ ആയ ഒരു നോയമ്പ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ റംസാൻ നോയമ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ സീസണിലും അവനെ പ്രിപ്പയർ ചെയ്യാനുള്ള അസാധാരണമായ ഒരു മെഡിക്കൽ പ്രിൻസിപ്പിളാണ് ഇത്. അമേരിക്കയിലെ ഡോക്ടർമാർ പറയുന്നു, 1400 കൊല്ലത്തിനു മുമ്പ് ഒരു മെഡിക്കൽ സയൻസും പഠിക്കാത്ത പരിശുദ്ധ പ്രവാചകൻ ഇത്ര ശാസ്ത്രീയമായ ഒരു മെഡിക്കലായ ഒരു തത്വം എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് അമേരിക്കൻ ഡോക്ടർമാർ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള, അവനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള അസാധാരണമായ ഒന്നാണ് ഈ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഈ നോയമ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം അവൻ്റെ മനസ്സിൻ്റെ ആശയ അടക്കം നടത്തുക എന്നുള്ളതാണ്. ലോകത്തിലെ കുറ്റകൃത്യങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് ഡിസയറാണ്. ആ ഡിസയറിനെ കൺട്രോൾ ചെയ്യാനുള്ള, ലൈംഗിക തൃഷ്ണ ഉൾപ്പെടെ കൺട്രോൾ ചെയ്യാനുള്ള അസാധാരണമായ ഒന്നാണ് ഈ റംസാൻ നോയമ്പിൻ്റെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമതായി റംസാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ അവനിൽ നിന്ന് അവൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളിലേക്ക് തിരിച്ച് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കാലഘട്ടമാണ് റംസാൻ എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വാർത്ഥനാണ്, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ സ്വാർത്ഥനായിട്ടാണ്. പക്ഷേ ആ സ്വാർത്ഥനായ മനുഷ്യൻ സ്വാർത്ഥനല്ലാതാവുന്നൊരവസരം ഈ റംസാൻ നോയമ്പ് നോക്കുമ്പോഴാണ്. പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ബാക്കി നീ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ്. എന്നാൽ നീ ആഹാരത്തെ ത്യജിച്ചുകൊണ്ട് ഈ നോയമ്പ് നോക്കുമ്പോൾ നീ സ്വാർത്ഥനല്ലാത്ത അള്ളാഹുവുമായി ഒരു ബന്ധത്തിലെത്തിച്ചേരുന്ന ഒന്നാണ്. ബാക്കിയുള്ള മത നിയമങ്ങളൊക്കെ മതാധികാരികളും വിശ്വാസികളും തമ്മിലുള്ള ബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, റംസാൻ്റെ ഈ നോയമ്പ് നീയും അള്ളാഹുവും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരനെ നോക്കിയുള്ള ഒരു നോയമ്പിലേക്ക് അവൻ മാറുകയാണ്. അപ്പോൾ അവൻ മറ്റുള്ളവരുടെ ദുഃഖവും പ്രയാസവും മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന, പരിശുദ്ധ പ്രവാചകനെ മുമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തത്വം ആഹാരത്തെ കണക്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ അയൽവക്കത്തൊരാൾ
പട്ടിണി കിടക്കുന്ന അവസരത്തിൽ നീ സുഭിക്ഷമായ ആഹാരം കഴിച്ചാൽ നീ കഴിക്കുന്നത് ഭക്ഷണമല്ല, വിഷമാണ് എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. ഇതാണ് അയലോക്കത്തുള്ളവനെ നോക്കി അവൻ്റെ സങ്കടവും പ്രയാസവും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയലോക്കത്തൊരുത്തം പട്ടിണിയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കാൻ പറ്റിയിരിക്കണം. എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് കിർക്കെഗാർഡിനെയാണ്. ജീൻ പോൾ സാർത്രയ്ക്ക് മുമ്പുണ്ടായ കിർക്കെഗാർഡ്. ജീൻ പോൾ സാർത്ര നിരീശ്വര വിശ്വാസിയായിരുന്നു, പക്ഷേ കിർക്കെഗാർഡ് ഈശ്വര വിശ്വാസിയായിരുന്നു. അദ്ദേഹം സ്പിരിച്വലിസത്തെ ഡിഫൈൻ ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വെള്ളം വേണം, എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരം വേണം എന്നൊരുത്തം പറഞ്ഞാൽ അത് മെറ്റീരിയലിസമാണ്, അത് സ്വാർത്ഥതയാണ്. എന്നാൽ എൻ്റെ അയലോക്കത്തൊരാൾക്ക് ദാഹിക്കുന്നു, അവന് ഞാൻ വെള്ളം കൊടുക്കണം. എൻ്റെ അയലോകത്തൊരാൾക്ക് വിശക്കുന്നു, അവന് ഞാൻ ആഹാരം കൊടുക്കണമെന്നൊരു മനുഷ്യൻ എപ്പോൾ പറയുന്നു, അതാണ് സ്പിരിച്വലിസം എന്നാണ് കിർക്കെഗാർഡ് പറയുന്നത്. പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കിർക്കെഗാർഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വലിസമാണ്. തൊട്ട് അയലോകത്തുള്ള എല്ലാവരുടെയും ദുഃഖങ്ങൾ കാണാൻ, സങ്കടങ്ങൾ കാണാൻ അവനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ DGP ജയിലായിട്ട് ചാർജ് എടുക്കുന്നതിന് മുമ്പ് സെൻട്രൽ ജയിലുകളിൽ മാത്രമാണ് റംസാൻ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു അതല്ല, 52 ജയിലിലും റംസാൻ ആഘോഷിക്കണം. അതിനെല്ലാ ജയിലുകളിൽ നിന്നും തൊട്ടടുത്ത മുസ്ലിം പള്ളിയിൽ ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു റബി വന്ന്, ഒരു പുരോഹിതൻ വന്ന് അവർക്ക് റംസാൻ നൊയമ്പ് വീടൽ നടത്തി, ഇഫ്താർ നടത്തി. അങ്ങനെ 52 ജയിലുകളിലും ഇന്ന് റംസാൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് മോറൽ ലെസണും കൂടി അതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിലർ എന്നോടൊന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ റംസാനെ പറ്റി ഇത്ര ശ്രദ്ധേയമായ ഉത്തരവുകളൊക്കെ ജയിലിൽ പുറപ്പെടുവിക്കുന്നത്? അതൊരു മുസ്ലിമായ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്തൊന്നും ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഞാൻ ആ റംസാൻ്റെ മഹത്വവും അത് 52 ജയിലിൽ എന്തുകൊണ്ട് ആഘോഷിക്കണം എന്നും ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ ചുറ്റുമുള്ളവരിലെ കണ്ണോടിച്ച് അവരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു ആളിനെ തത്വപ്പെടുത്തുന്ന, അവനെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് റംസാൻ്റെ 3ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. 4ാമത് റംസാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുണ്യം ചെയ്യുവാൻ മനുഷ്യനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ എസെൻഷ്യലി ഗുഡാണോ ബാഡാണോ എന്നുള്ളത് എത്തിക്സിൻ്റെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളൊന്നാണ്. മനുഷ്യൻ എസെൻഷ്യലി ഗുഡാണെന്ന് പറയുന്ന മോറലിസ്റ്റുകളുണ്ട്, മനുഷ്യൻ എസെൻഷ്യലി ബാഡാണ് എന്ന് പറയുന്ന മോറലിസ്റ്റുകളുണ്ട്. പക്ഷെ മെജോറിറ്റി ഒപ്പീനിയൻ മനുഷ്യൻ എസെൻഷ്യലി ഗുഡാണ് എന്നുള്ളതാണ്, ബാഡ് അല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു മനുഷ്യന് പുണ്യം ചെയ്യണമെങ്കിൽ അതിനവനൊരു ത്വര ഉണ്ടായിരിക്കണം. ആ ത്വര സൃഷ്ടിക്കുക എന്നുള്ളത് റംസാൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നാണ്. സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഉള്ളവനില്ലാത്തവന് കൊടുക്കാൻ വേണ്ടി ലോകം കണ്ടുപിടിച്ച പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ എക്കണോമിക്സാണ്. ഉള്ളവനില്ലാത്തവന് കൊടുക്കാൻ വേണ്ടിയുള്ള സക്കാത്ത് കൊടുത്ത് പുണ്യം നേടുക എന്നുള്ളതാണ്. ഇഫ്താർ വിരുന്നിന് ആഹാരം കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ കമ്മിറ്റിക്കാരെന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ 175 മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ ജയിലിൽ കിടക്കുന്ന 1200 പേർക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണമെന്നോ? അവർ പറഞ്ഞു, ഓ പരമ സന്തോഷം. അതുകൊണ്ട് 52 ജയിലുകളിലും ഇപ്പോൾ ഇഫ്താർ വിരുന്ന് കൊണ്ടുവരും. 3 നേരം ആഹാരം കിട്ടിയ ശേഷം എല്ലാ ജയിലിൽ കിടക്കുന്നവർക്കും 4ാമതൊരു ബിരിയാണി ഇഫ്താറിൻ്റെ വകയായിട്ട്. ജയിലിലുള്ളവർക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു ഉത്സവമില്ല. കാര്യം ഇഫ്താറിന് ബിരിയാണി വൈകിട്ട് വരും എന്ന് രാവിലെ തൊട്ട് അവർ കാത്തിരിക്കുകയാണ്. അത് പുണ്യം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്, വിശപ്പ് മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ച, പുണ്യത്തെപ്പറ്റി പഠിപ്പിച്ച ഒരു കഥ എന്നെ ശ്രദ്ധേയമായി ആകർഷിച്ചിട്ടുള്ളൊരു കഥയാണ്. ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം വിറ്റ് ജീവിക്കാൻ നിർബന്ധിതയായ ഒരു സ്ത്രീ മരിച്ച സ്വർഗത്തിൽ വന്നപ്പോൾ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി അള്ളാഹു സമ്മതിച്ചു. അപ്പോൾ അവിടെ വന്ന മലക്ക് അള്ളാഹുവിനോട് ചോദിച്ചു, ഇവള് ഭൂമിയിൽ വെച്ച് ശരീരം വിറ്റ് ജീവിച്ച ഒരു സ്ത്രീയല്ല, ഇവളുടെ ആത്മാവിനെ എങ്ങനെ സ്വർഗരാജ്യത്തിൽ കടത്തിവിടും? അപ്പോൾ അള്ളാഹു മലക്കുകളോട് മറുപടി പറഞ്ഞു എന്ന് പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്. ഈ സ്ത്രീ ഒരിക്കൽ നടന്നു വന്നപ്പോൾ ഒരു കിണറിൻ്റെ അടുത്തൊരു പട്ടി ഇങ്ങനെ ഇടന്ന് വെപ്രാളപ്പെട്ട് ഓടുന്ന കണ്ട് ആ പട്ടി ഇടയ്ക്ക് കിണറ്റിലോട്ടൊക്കെ നോക്കും. ദാഹിച്ച ഈ പട്ടി വന്നങ്ങ് തളർന്നങ്ങ് വീണുപോയി. കാര്യം കിണറ്റിനകത്ത് വെള്ളം എടുക്കാനുള്ള ഒരു പ്രൊസീജിയറില്ല, മരുഭൂമിയിൽ വെള്ളം വേറെ എങ്ങൊന്നും കിട്ടത്തുമില്ല. ഈ സ്ത്രീ ഈ വെപ്രാളം കണ്ട ശേഷം സ്വന്തം ചെരുപ്പ് ഊരി വസ്ത്രത്തിൻ്റെ ചില നൂലുകൾ അഴിച്ചെടുത്ത് ആ ചെരുപ്പിൽ കെട്ടി വെള്ളത്തിലിറക്കി വെള്ളം ആ ഷൂസിലെടുത്ത് ആ പട്ടിക്ക് ഒഴിച്ചു കൊടുത്തു, വായ്ക്കകത്തോട് ഒഴിച്ചു കൊടുത്തു. പട്ടിക്ക് പെട്ടെന്ന് ജീവൻ കിട്ടി. പട്ടി ഓടി അങ്ങ് പോയി. ഒരു ചെരുപ്പ് വെള്ളത്തിൽ വീണ് കുതിർന്ന് നശിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ ചെരുപ്പിൻ്റെ ഉപയോഗമില്ല. 2 ചെരുപ്പും കളഞ്ഞ ശേഷം ചുട്ടു പഴുത്ത മരുഭൂമിയിലെ മണലിലൂടെ നടന്ന് അവൾ വീട്ടിൽ പോയി. പിന്നെ ഈ ചെരുപ്പ് വാങ്ങിക്കണ്ടേ, അന്ന് രാത്രി അവൾ ശരീരം വിറ്റിട്ട് ആ പൈസ കൊണ്ട് അവൾ ചെരുപ്പ് വാങ്ങിച്ചു. ഈ പുണ്യം, ഒരു പട്ടിക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞ പുണ്യം, ആ പുണ്യം ചെയ്തതിനാണ് ഈ സ്ത്രീയെ, ശരീരം വിട്ട് ജീവിച്ച സ്ത്രീ ആണെങ്കിൽ പോലും
ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു എന്നാണ് പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞ കഥകൾ ഞാൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും നമ്മൾ പുണ്യം ചെയ്യുമ്പോൾ അത് മഹത്തായ ഒരു പുണ്യമായി സ്വർഗ്ഗരാജ്യത്തിൽ പോലും എണ്ണപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ റംസാന്റെ കാലത്ത് മനുഷ്യനെ പുണ്യം ചെയ്യാനായി അഭ്യസിപ്പിക്കുക എന്നുള്ളത് റംസാന്റെ 4ാമത്തെ ലക്ഷ്യമാണ്. 5ാമതായി റംസാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനെ പറ്റി മനുഷ്യനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഖുർആനെ പറ്റി അവനെ അറിയിക്കുക. റംസാൻ മാസത്തെ ഖുർആൻ 3 തവണയെങ്കിലും വായിച്ച് തീർക്കണമെന്നാണ് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത്. ലോകത്തിൽ മഹത്തായ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെ പറ്റി മാത്രമേ ഉള്ളൂ റംസാനെ പോലെ വലിയൊരു ഉത്സവം ഭൂമിയിലുള്ളത്. വേറെ ഏതെങ്കിലും ഒരു പുസ്തകം ഭൂമിയിൽ വന്നതിനെ പറ്റി ഇങ്ങനൊരു ആഘോഷം ലോകത്തിൽ നടക്കാറുണ്ട്. പക്ഷേ ആഘോഷപ്രകാരം നമ്മളെ പരിശുദ്ധ ഖുർആൻ ഭൂമിയിൽ അവതരിച്ച ആ സംഭവത്തെ ഓർക്കുകയും 28 ദിവസത്തോളം അതിനെപ്പറ്റി ധ്യാനിക്കുക, പുസ്തകത്തെ പറ്റി പഠിക്കുകയും ചെയ്യുകയാണ്. വളരെ ഗഹനമായ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന, അസാധാരണമായ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പരിശുദ്ധ ഖുർആൻ. മുസ്ലിങ്ങൾക്ക് തൗറാത്തും വായിക്കണം, ക്രിസ്ത്യാനികളുടെ സുവിശേഷമായ ഇഞ്ചീലും വായിക്കണം. അതുകൂടാതെ പരിശുദ്ധ ഖുർആൻ ദൈവത്തിൻ്റെ മാലാഖ തന്ന അറിയിപ്പായി പരിശുദ്ധ പ്രവാചകൻ രേഖപ്പെടുത്തി നമുക്ക് തന്നതും വായിക്കണം. പരിശുദ്ധ ഖുർആൻ പലതവണ വായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് വേദപുസ്തകം വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ആ വേദപുസ്തകം വായിക്കാൻ വേണ്ടി സഹായകരമായ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വായിച്ചെങ്കിലേ മനസ്സിലാവൂ. ഉദാഹരണത്തിന് മോശ എങ്ങനെ വിക്കനായി, മോശ എങ്ങനെ വടി പിടിക്കാൻ കഴിവില്ലാത്തവനായി. വേദപുസ്തകത്തിൽ അതിന് സ്റ്റോറിയില്ല, എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ ഫറവോയുടെ പരീക്ഷണത്തിൽ എങ്ങനെയാണ് തീക്കനലെടുത്ത് മോശ നാക്കെ തൊട്ടതെന്നും നാക്കെങ്ങനെ പൊള്ളി അവൻ വിക്കനായെന്നും അവൻ ആ കനലെടുത്തപ്പോൾ അവൻ്റെ കൈ എങ്ങനെ പൊള്ളിയെന്നും ഉള്ള വിശാലമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ജോസഫിനെ എന്തിനാണ് ഫറവോ രാജാവ് പിടിച്ച് ജയിലിലിട്ടത്? പോത്തിഫറിന്റെ ഭാര്യയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കള്ളക്കേസാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ യഥാർത്ഥ സംഭവം ചുരുളഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എങ്ങനെയാണ് അസീനത്തിനെ അവൻ പ്രേമിച്ചതെന്നും അതിൻ്റെ ഫലമായി എങ്ങനെ അവൻ ജയിലടയ്ക്കപ്പെട്ടുവെന്നും വിശാലമായ കഥ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കന്യാസ്ത്രീ മറിയം എങ്ങനെ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് വേദപുസ്തകത്തിൽ ഞങ്ങൾ വായിക്കണം. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ പ്രോസസ്സ് എന്തായിരുന്നു വെച്ചാൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ മാലാഖ വന്ന് കന്യാസ്ത്രീ മറിയത്തിൻ്റെ യൂട്രസ് ഇരിക്കുന്ന 2 ബട്ടൺസ് അഴിക്കുകയും അതിലൂടെ മാലാഖ ഊതിയപ്പോൾ ആ കാറ്റ് വയറ്റിൽ പതിച്ചപ്പോൾ ഗർഭിണിയായി എന്ന് സൂറത്ത് മറിയത്തിൽ വളരെ വിശാലമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനി ആവണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്ന ഒരുപാട് ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ലോകത്തിലെ സ്വത്ത് നിയമം മാറ്റി എഴുതിയ, എന്തിനു പറയുന്നു, മെഡിക്കൽ നിയമങ്ങൾ പോലും മാറ്റി എഴുതിയ അത്ഭുതകരമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അതിലേറ്റവും പ്രത്യേകമായി എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മുലപ്പാലിൻ്റെ മഹത്വം എങ്ങനെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുള്ളതാണ്. മനുഷ്യൻ്റെ പാലിനകത്ത് മൃഗങ്ങളുടെ പാലില്ലാത്ത 2 അമിനോ ആസിഡ് ദൈവം തന്നിട്ടുണ്ട്. ഒന്ന് സിസ്റ്റീൻ, CYSTANE, മറ്റേത് ടൊറീൻ, TAURENE. ഈ 2 അമിനോ ആസിഡുകളും നമ്മുടെ തലച്ചോറിൻ്റെ ബുദ്ധിയിരിക്കുന്ന സെർബ്രം വികസിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. തന്നെയുമല്ല, ഡിസിഷൻ മേക്കിംഗ് ഉള്ള, മാനേജ്മെന്റ് സയൻസ് ചെയ്യുന്ന, ഉത്തരവാദിത്വമുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ ഫ്രണ്ടൽ ലോബിൽ നിന്നാണ് ഈ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വരുന്നത്. ഇത് വലുതാവണമെങ്കിൽ ഈ അമിനോ ആസിഡ്സ് ഉള്ള പാല് വയറ്റിൽ ചെന്നെങ്കിലേ പറ്റുള്ളൂ. അത് എത്രയും കൂടുതൽ കാലം അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നുവോ അത്രയുമാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിൽ അതിശ്രദ്ധേയമായി നിയമം എഴുതി വെച്ചിരിക്കുന്നു. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ചാൽ പോലും ആ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളെ കസ്റ്റഡിയിൽ വെച്ച് 2 വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കാൻ അവകാശമുണ്ട്. ആ 2 വയസ്സ് വരെ ആ സ്ത്രീക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കേണ്ട ജോലി ആ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെതാണ് എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നു ഇതിനേക്കാൾ വലിയൊരു മെഡിക്കൽ നിയമം ലോകത്തിൽ ഒരു ഭരണാധികാരിയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം അത്ര ശ്രേഷ്ഠമായ മെഡിക്കൽ നിയമങ്ങൾ ഉൾപ്പെടെ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെടെ വിശാലമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന പുസ്തകമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മൗലവി എനിക്ക് 15 മിനിറ്റ് തന്നിട്ടുള്ള ഞാനിപ്പോൾ 20 മിനിറ്റ് ആയിപ്പോയി. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റംസാന്റെ അസാധാരണമായ മനുഷ്യനെ മനുഷ്യനാക്കാനും ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനുമുള്ള 5 മാർഗങ്ങളും വിശദമായി നമ്മളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ റംസാൻ
എല്ലാ മനുഷ്യർക്കും ആഘോഷിക്കാൻ വളരെ അനുകരണീയമായ ഒന്നാണ്. ഈ മഹത്തായ പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ഇവിടെ വരുവാനും പങ്കെടുക്കുവാനും കഴിഞ്ഞൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും റംസാന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.